Hello, our next topic is ionic radius. Atomic radius എന്താ നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ കണ്ടിരുന്നു. Ionic radius is defined as half of internuclear distance between cations and anions of an ionic crystal. Ion എന്താണ് നമുക്കറിയാം, ചാർജ്ഡ് ആയിട്ടുള്ള ആറ്റംസ് ആണ് അയോൺസ്. അതായത് ഒന്നിൽ ഇലക്ട്രോൺസ് അതിൽ നിന്ന് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആഡ് ചെയ്ത് നെഗറ്റീവ് ചാർജ്ഡ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ചാർജ്ഡ് സ്പീഷീസ് ആണ് അയോൺസ്. അപ്പോൾ അയോണിക് റേഡിയസ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ചാർജ്ഡ് സ്പീഷീസിന്റെ റേഡിയസ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് ഓഫ് ആൻ അയോണിക് ക്രിസ്റ്റൽ. ഒരു അയോണിക് ക്രിസ്റ്റൽ കൺസിഡർ ചെയ്താൽ അതിൽ ആനിയോൺസും ഉണ്ടായിരിക്കും കാറ്റയോൺസും ഉണ്ടായിരിക്കും. സോ ഒരു കാറ്റയോണും ഉണ്ട് ഒരു ആനിയോണും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്, ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ പകുതിയായിരിക്കും. ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിന്റെ പകുതിയായിരിക്കും ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. അയോൺ ഒന്നും വരച്ചിട്ട് ശരിയാവുന്നില്ലല്ലോ. ദിസ് ഇസ് വൺ അയോൺ, ഒരെണ്ണം കാറ്റയോണും ഒരെണ്ണം ആനിയോണും. കാറ്റയോൺ ഈസ് അയോൺ വിച്ച് ഹാവ് പോസിറ്റീവ് ചാർജ് ആൻഡ് ആനിയോൺ ഈസ് ആൻ അയോൺ വിച്ച് ഹാവ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഈ രണ്ട് അയോൺസിന്റെയും ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ പകുതി, ഹാഫ് ഓഫ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആയിരിക്കും അയോണിക് റേഡിയസ് എന്ന് പറയുന്നത്. അയോണിക് റേഡിയസിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് അറ്റോമിക് റേഡിയസിന് സെയിം ആയിരിക്കും. അറ്റോമിക് റേഡിയസിന്റെ കേസ് എങ്ങനെയാണ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. ഓക്കെ, അറ്റോമിക് റേഡിയസിന്റെ കേസിൽ എങ്ങനെയായിരുന്നു, ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആറ്റത്തിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരുന്നു, അതുകൊണ്ട് അറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരുന്നു. ഇനി ഒരു ഗ്രൂപ്പിൽ എങ്ങനെയായിരുന്നു, ഫ്രം ടോപ്പ് ടു ബോട്ടം അറ്റോമിക് റേഡിയസ് കുറയുന്നു, അതുപോലെ തന്നെയാണ് അയോണിക് റേഡിയസും. ഓക്കെ, അപ്പോൾ അയോണിന്റെ റേഡിയസും ആറ്റത്തിന്റെ റേഡിയസിന്റെ ഒക്കെ ജനറൽ ട്രെൻഡ് സെയിം ആണ്. ഒരു പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം അയോണിക് റേഡിയസ് ഇൻക്രീസസ് ആൻഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അയോണിക് റേഡിയസ് ഡിക്രീസസ്. ഓക്കെ, അതാണ് ഇപ്പോൾ അയോണിക് റേഡിയസ്. Generally, a cation is smaller than its parent atom. This is because cation has fewer electrons, but its nuclear charge remains same as that of parent atom. ഒരു കാറ്റോൺ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പേരന്റ് ആറ്റത്തെക്കാളും അത് കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ സോഡിയം കൺസിഡർ ചെയ്യുകയാണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണെന്ന് നമുക്കറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1, 11. ഇനി Na+ ആകുമ്പോൾ എങ്ങനെയാണ്, 2, 8 ആണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു അല്ലേ, ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അതിന്റെ കേസിലും നമ്മുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയർ ചാർജിന് വ്യത്യാസമൊന്നും വരുന്നില്ല, പക്ഷേ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതോറും എന്ത് സംഭവിക്കും, ഉള്ള ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് കുറച്ചുകൂടി കൂടുതലായിട്ട് അട്രാക്ട് ചെയ്ത് നിർത്തും. അപ്പോൾ ആ ന്യൂക്ലിയസിന്റെ ആ ഒരു ആറ്റത്തിന്റെ സൈസ് എങ്ങനെയായിരിക്കും, കുറയും. അപ്പോൾ എപ്പോഴും ഒരു കാറ്റയോണ് അതിന്റെ പേരന്റ് ആറ്റത്തെക്കാളും ചെറുതായിരിക്കും. ആനയോണിന്റെ കേസിൽ എങ്ങനെയാണ്, ആനയോൺ ഈസ് ലാർജർ ദാൻ ഇറ്റ്സ് പേരന്റ് ആറ്റം. എന്തുകൊണ്ടാണ്, ഓൾറെഡി ഉള്ള ഇലക്ട്രോൺ കൂടാതെ ഒരു ഇലക്ട്രോണും കൂടി ആഡ് ചെയ്തു. ആ ഇലക്ട്രോണിനെ കൂടി ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എന്ത് വേണം, നമ്മുടെ ന്യൂക്ലിയർ ചാർജ് കൂടുതൽ വേണം. പക്ഷേ ന്യൂക്ലിയർ ചാർജ് ഒന്നും കൂടുന്നില്ല. അതുകൊണ്ട് an anion is larger than its parent atom. This is because addition of one or more electrons would result in an increased electronic repulsion and a decrease in effective nuclear charge. അപ്പോൾ ന്യൂക്ലിയസിന്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് കുറയുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ക്ലോറിൻ അറ്റോമിക് നമ്പർ 17 ആണെന്ന് നമുക്കറിയാം അല്ലേ. 2, 8, 7 ആണ് അതിന്റെ ഇലക്ട്രോണിന്റെ ആ ഒരു ഇലക്ട്രോൺ അറേഞ്ച്മെന്റ്. അപ്പോൾ Cl- ആകുമ്പോൾ എന്ത് സംഭവിക്കും, 2, 8, 8 ആവും അല്ലേ. ഒരു ഇലക്ട്രോണും കൂടി കൂടി. ഇലക്ട്രോൺ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടുന്നു. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ ചാർജിന് വ്യത്യാസമൊന്നും വരുന്നുമില്ല. അതുകൊണ്ട് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു ആറ്റം ആനിയോൺ ആയിട്ട് മാറുന്നതിനനുസരിച്ച് അതിന്റെ ആറ്റത്തിന്റെ സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. 2-3 ആറ്റംസ് തരും, ആറ്റത്തിന്റെ പോസിറ്റീവ് കാറ്റയോൺസ് തരും, ആനിയോൺസ് തരും. സൈസ് അനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ എപ്പോഴും സൈസ് കുറവ് കാറ്റയോണിനായിരിക്കും, ദെൻ സൈസ് ഉള്ളത് ആറ്റത്തിനായിരിക്കും, ആനിയോണിന് എപ്പോഴും സൈസ് കൂടുതലായിരിക്കും. അതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുമ്പോൾ എന്താ, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആറ്റംസ് അല്ലെങ്കിൽ അയോൺസിനെ നമ്മൾ എന്ത് പറയുന്നത്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ O2-, ഓക്സിജൻ അറ്റോമിക് നമ്പർ എത്രയാണ്, ഓക്സിജൻ ഈസ് ഹാവിംഗ് അറ്റോമിക് നമ്പർ 8. അപ്പോൾ O2- എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ, 2- ആണ് അല്ലേ, 2 ഇലക്ട്രോണും കൂടി. അപ്പോൾ എന്ത് സംഭവിച്ചു, ഓക്സിജനുള്ള ഇലക്ട്രോണിന്റെ എണ്ണം 10 ആയി അല്ലേ. ഇനി F-, ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 ആണ്, 9 ഇലക്ട്രോൺ ആണ് ഉള്ളത്. F- എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണും കൂടി. അപ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയും 10 ആയി. ഇനി നിയോണിന്റെ അറ്റോമിക് നമ്പർ ഓൾറെഡി 10 ആണ് അല്ലേ.
നിയോണിന്റെ അറ്റോമിക് നമ്പർ 10 ആണ്, അതായത് ഇലക്ട്രോണിന്റെ എണ്ണം 10 തന്നെയാണ്. ദെൻ Na+, എന്നയുടെ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11. Na+ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ പോയി, ഒരു ഇലക്ട്രോൺ പോകുമ്പോഴാണ് പ്ലസ് ആവുന്നത് അല്ലേ? അപ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം 10 ആയി. Mg2+, mgയുടെ അറ്റോമിക് നമ്പർ എത്രയാണ്? 12 ആണ്. 2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ പോയി, അപ്പൊ എത്രയായി? 10 ആയി. അതായത് ഇവരുടെ എല്ലാവരുടെയും ഇലക്ട്രോണിന്റെ എണ്ണം 10 ആണ്. അതായത് ഇവയെല്ലാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. അപ്പോൾ ഒരു സ്പീഷീസ് ഐസോ ഇലക്ട്രോണിക് ആണോ എന്ന് കുറച്ച് എണ്ണം എക്സാമ്പിൾ തന്നെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അതിന്റെ ഒക്കെ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ 2- 1- ഒക്കെ ആണെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. 1- എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണും കൂടി അതിന് കിട്ടി എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഒരു ഇലക്ട്രോണും കൂടി അറ്റോമിക് നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യുക. സിൻസ് അറ്റോമിക് നമ്പർ ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇനി O2- എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യുക. Na+ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ കൂടി റിമൂവ് ചെയ്യുക. ഒരു ഇലക്ട്രോൺ ആ ആറ്റത്തിൽ നിന്ന് പോയി എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇതാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഇനി ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏതിനായിരിക്കും സൈസ് കുറവ്? കാറ്റയോൺ വിത്ത് ഗ്രേറ്റർ പോസിറ്റീവ് ചാർജ് വിൽ ഹാവ് സ്മോളർ റേഡിയസ്. അറ്റോമിക് റേഡിയസ് ഏറ്റവും കുറവ് ഏതിനായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ചെറുത് ഏതായിരിക്കും? കാറ്റയോൺ വിത്ത് ഗ്രേറ്റർ പോസിറ്റീവ്, ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉള്ളതാണ് ഏറ്റവും ചെറുത്. കാരണം എന്താണ്? ഗ്രേറ്റർ അട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ടു ന്യൂക്ലിയസ്. പോസിറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ച്, അതായത് ഇലക്ട്രോൺ ഉള്ളതിനെയും കൂടി റിമൂവ് ചെയ്തു, അപ്പോൾ ബാക്കിയുള്ള ഇലക്ട്രോൺസിനോട് ന്യൂക്ലിയസിന് എങ്ങനെയായിരിക്കും? അട്രാക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും സൈസ് കൂടുതൽ ആർക്കായിരിക്കും? ആനിയോൺ വിത്ത് ഗ്രേറ്റർ നെഗറ്റീവ് ചാർജ് വിൽ ഹാവ് ലാർജർ റേഡിയസ്. കാരണം എന്താണ്? അവിടെ ഇലക്ട്രോൺസിന്റെ ആ ഒരു റിപ്പൽഷൻ കൂടി, അട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയസിനേക്കാൾ കൂടുതലാണ് ഇലക്ട്രോൺസ് തമ്മിലുള്ള റിപ്പൽഷൻ. സോ അയോൺ വിൽ എക്സ്പാൻഡ് ഇൻ സൈസ്. അപ്പോൾ ഇവയെല്ലാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ് അല്ലേ? ഇതിൽ ഏറ്റവും സൈസ് കൂടുതൽ ആർക്കായിരിക്കും? അയോൺ വിച്ച് ഹാവ് ലാർജർ നെഗറ്റീവ് ചാർജ്. അതാരാണ്? O2- ഏറ്റവും സൈസ് കൂടുതൽ. ഇനി ആർക്കായിരിക്കും അടുത്ത നെഗറ്റീവ് ചാർജ് ഉള്ളയാള്? F-. ഇനി ആർക്കായിരിക്കും? ഇനി അടുത്ത ആറ്റം ആണ് ഉള്ളത്, അപ്പൊ ആറ്റത്തിനായിരിക്കും അടുത്തത് 3. ഇനി Na+, Mg2+ നോക്കുമ്പോൾ ഏതിനായിരിക്കും സൈസ് കുറവ്? Na+നായിരിക്കും അടുത്ത സൈസ് ഉള്ളത്. ഏറ്റവും സൈസ് കുറവ് Mg2+നായിരിക്കും. കാരണം Mgയിലുള്ള 2 ഇലക്ട്രോൺസും പോയി, അതുകൊണ്ട് ന്യൂക്ലിയസ് കുറച്ച് കാര്യമായിട്ട് അതിനെ അട്രാക്ട് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് സൈസ് അല്ലെങ്കിൽ അയോണിക് റേഡിയസ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമ്മുടെ അയോൺസ് അല്ലെങ്കിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് വന്നിട്ട് അവയുടെ അയോൺസിന്റെ റേഡിയസ് അല്ലെങ്കിൽ സൈസ് വെച്ച് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ എപ്പോഴും ഹയർ നെഗറ്റീവ് ചാർജ് ഉള്ളതിനായിരിക്കും സൈസ് കൂടുതൽ, ഹയർ പോസിറ്റീവ് ചാർജ് ഉള്ളതിനായിരിക്കും സൈസ് കുറവ്. ഓക്കെ, അടുത്തത് അയോണൈസേഷൻ എൻതാൽപ്പി. അയോണൈസേഷൻ എൻതാൽപ്പി എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിന്റെ ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, X+∆IH gives X++ ഇലക്ട്രോൺ. അതായത് ഇപ്പോൾ സോഡിയം, വെറുതെ ഇരിക്കുന്ന സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എത്രത്തോളം എനർജി ആവശ്യമുണ്ടോ അതാണ് സോഡിയത്തിന്റെ അയോണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, അപ്പോൾ സോഡിയത്തിന്റെ അയോണൈസേഷൻ എൻതാൽപ്പി കൂടി കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സോഡിയം എന്തായി മാറും? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് Na+ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്താ അയോണൈസേഷൻ എൻതാൽപ്പി? ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗേഷ്യസ് ആറ്റത്തിന്റെ ഒരു ഇലക്ട്രോൺ, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിയുടെ എമൗണ്ട് ആണ് അയോണൈസേഷൻ എൻതാൽപ്പി. kJ/mol അല്ലെങ്കിൽ J/mol ആണ് അതിന്റെ യൂണിറ്റ്. അപ്പോൾ energy required to remove first electron from outermost shell of neutral atom is called first ionization enthalpy. അപ്പോൾ ionization enthalpy, first ionization enthalpy എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ ഇലക്ട്രോൺ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഫസ്റ്റ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിയാണ് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? ഓൾറെഡി ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്തു, എന്നിട്ട് വീണ്ടും ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിയാണ് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി. അത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയേക്കാളും കൂടുതലായിരിക്കും. ഓൾറെഡി ഒരു ഇലക്ട്രോൺ പോയിരിക്കുന്ന ആളോട് ഒരു ഇലക്ട്രോണും കൂടി തരാവോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് കൊടുക്കാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. കാരണം എന്താ? ഒരു ഇലക്ട്രോൺ പോയി ഓൾറെഡി അയാൾ എന്താ പോസിറ്റീവായിട്ട് നിൽക്കുക. പോസിറ്റീവായിട്ടുള്ള ആളോട് വീണ്ടും ഇലക്ട്രോൺ ചോദിച്ചാൽ കൊടുക്കാനുള്ള ടെൻഡൻസി കുറവാണ്. നമ്മൾ ഒരാളോട് കടം മേടിച്ചു, 10 രൂപ കടം മേടിച്ചു, അങ്ങനെ അയാൾ അത് നഷ്ടപ്പെട്ടു എന്നൊക്കെ മനസ്സിലായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ചെന്ന് പൈസ ചോദിച്ചാൽ തരാനുള്ള സാധ്യത കുറവാണ് അല്ലേ? അപ്പോൾ എപ്പോഴും സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പിയുടെ കേസ് പിന്നെ പറയണ്ടല്ലോ, അത് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പിയേക്കാളും കൂടുതലായിരിക്കും. ആസ് ദി ഈസ് ഓഫ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസസ് അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. അപ്പോൾ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനുള്ള ആ ഒരു എന്താണ് എളുപ്പമാണെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കും. ഓക്കെ, ഇനി അയോണൈസേഷൻ എൻതാൽപ്പിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് അറ്റോമിക് സൈസ്. ഗ്രേറ്റർ അറ്റോമിക് സൈസ് സ്മോളർ വിൽ ബി അയോണൈസേഷൻ എൻതാൽപ്പി. അതിപ്പോൾ നമ്മളൊരു ക്ലാസ് സങ്കല്പിച്ചാൽ മതി. ഒരു ക്ലാസ് ഉണ്ട്, ഒരു ക്ലാസ്സിൽ 2 ക്ലാസ് ഉണ്ട്. ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്, ടീച്ചറും നിൽപ്പുണ്ട്. ഓക്കെ, ടീച്ചറും ഉണ്ട്, 10 കുട്ടികളുണ്ട്. വേറൊരു ക്ലാസ്സിൽ ടീച്ചറും ഉണ്ട്, 75 കുട്ടികളും ഉണ്ട്. ഇതിലെവിടെ നിന്നായിരിക്കും പുറകെ ഇരിക്കുന്ന ഒരാളോട്
പെട്ടെന്ന് ഒരാളെ ഒന്ന് പുറത്ത് ചാടിക്കാൻ എളുപ്പം ഏത് ക്ലാസ്സിലായിരിക്കും? കൂടുതൽ കുട്ടികളുള്ള ക്ലാസ്സിലായിരിക്കും അല്ലെ, വലിയ ക്ലാസ്സിലായിരിക്കും. കാരണം എന്താ, അവരുടെ അത്ര ഇതായിട്ട് ടീച്ചറിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പക്ഷെ 10 കുട്ടികളുള്ള ക്ലാസ്സിൽ ഒരാൾക്ക് അനങ്ങാൻ പോലും പറ്റില്ല അല്ലേ? അതുപോലെ തന്നെയാണ് അറ്റോമിക് സൈസിന്റെ കേസ് അയോണൈസേഷൻ എൻതാൽപ്പിയുടെ കേസിൽ. ആറ്റത്തിന്റെ സൈസ് കൂടുതലാണെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കും. അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന എനർജിയാണ്. അപ്പൊ നമുക്ക് ഒത്തിരി എനർജി പ്രയോഗിക്കേണ്ടി വരുമോ? ആറ്റത്തിന്റെ സൈസ് കൂടുതലാണെങ്കിൽ ഒത്തിരി എനർജി പ്രയോഗിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഗ്രേറ്റർ അറ്റോമിക് സൈസ് smaller will be ionization enthalpy. ഇനി ന്യൂക്ലിയർ ചാർജ്, വാല്യൂ ഓഫ് അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് വിത്ത് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജിന് വരെ നമുക്ക് ക്ലാസ്സിലെ ടീച്ചറിനെ സങ്കല്പിക്കാം. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആണെങ്കിൽ ആ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ ആരെങ്കിലും ഉഴപ്പോ ഇല്ല. ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. ഇനി ന്യൂക്ലിയർ ചാർജ് കുറവാണ്, അത്ര സ്ട്രിക്റ്റ് അല്ലാത്ത ഒരു ടീച്ചർ ആണെങ്കിൽ പഠിപ്പിക്കുന്നതിനിടയിൽ കുഴപ്പാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ? അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച് അയോണൈസേഷൻ എൻതാൽപ്പിയും കൂടും, അതായത് പുറത്ത് ചാടിക്കാൻ വേണ്ട എനർജിയും കൂടും. അടുത്തത് ഷീൽഡിംഗ് എഫക്ട്. ആസ് ഷീൽഡിംഗ് എഫക്ട് ഇൻക്രീസസ് ഇലക്ട്രോൺസ് ക്യാൻ ഈസിലി ബി റിമൂവ്ഡ് ആൻഡ് സോ അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. ഷീൽഡിംഗ് എഫക്ട് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണിനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും, അയോണൈസേഷൻ എൻതാൽപ്പി കുറയും. എന്താണ് ഷീൽഡിംഗ് എഫക്റ്റ്? ഒരു നമ്മൾ ഹയർ അറ്റോമിക് നമ്പർ ഒക്കെയുള്ള ആറ്റംസ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ ഈ അകത്തുള്ള ഇലക്ട്രോൺസ് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിലേക്കുള്ള ന്യൂക്ലിയസിന്റെ ചാർജിനെ തടയും. ആ ഒരു തടയലിനെയാണ് നമ്മൾ ഷീൽഡ് ചെയ്യുക അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പുറത്തിരിക്കുന്ന ഇലക്ട്രോൺ, ഈ ഇലക്ട്രോണിലേക്ക് ന്യൂക്ലിയസിന്റെ ശ്രദ്ധ പോവാതെ ഈ അകത്തുള്ള ഇലക്ട്രോൺസ് തടഞ്ഞു നിർത്തുക. അപ്പൊ പിന്നെ ന്യൂക്ലിയസിന്റെ ശ്രദ്ധ പുറത്തേക്ക് എത്ര കിട്ടുമോ? കിട്ടില്ല. അങ്ങനത്തെ കേസിൽ അയോണൈസേഷൻ എൻതാൽപ്പി എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ പുറത്ത് അടിക്കാൻ വേണ്ട എനർജിയാണെന്ന് എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് പ്രസൻസ് ഓഫ് ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ഇൻക്രീസസ് അയോണൈസേഷൻ എൻതാൽപ്പി. ഇപ്പോൾ ഒരു ഓർബിറ്റലിൽ ഹാഫ് ഫിൽഡ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് ഇലക്ട്രോൺസ് ഇരുന്നാൽ അവർ സ്റ്റേബിൾ ആയി, പിന്നെ അവർക്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ വലിയ താല്പര്യമില്ല അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പി സബ്ഷെല്ലിൽ ആകെപ്പാടെ 6 ഇലക്ട്രോൺസ് ആണ് കൊള്ളുന്നത് നമുക്കറിയാം അല്ലേ? അല്ലെങ്കിൽ പിയിൽ 3 ഇലക്ട്രോൺസ്, ഇങ്ങനെയൊക്കെ അവർ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഇലക്ട്രോൺസിനെ വീണ്ടും വിട്ടുകൊടുക്കാൻ ടെൻഡൻസി കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രോൺസിനെ പുറത്തി അടിക്കാനുള്ള അയോണൈസേഷൻ എൻതാൽപ്പി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഡി സബ്ഷെല്ലിന്റെ കേസിൽ 10 ഇലക്ട്രോൺസ് ആണ് ഫുള്ളി ഫിൽഡ് ആയി, D5 ആണെങ്കിൽ ഹാഫ് ഫിൽഡ് ആയി. ഇങ്ങനത്തെയൊക്കെ കേസിൽ സെറ്റ് ആയിട്ടിരിക്കുന്നവരിൽ നിന്ന് ഇലക്ട്രോൺ മേടിക്കാൻ എളുപ്പമാണോ? അല്ല, ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ കേസിൽ അയോണൈസേഷൻ എൻതാൽപ്പിയും കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അയോണൈസേഷൻ എൻതാൽപ്പിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ടേബിൾ തന്ന അയോണൈസേഷൻ എൻതാൽപ്പി എവിടെ നിന്ന് എങ്ങോട്ടാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് നമുക്ക് പറഞ്ഞൂടെ? സൈസ് അനുസരിച്ച് നമുക്ക് പറയാം അല്ലേ? സൈസിലുണ്ടാകുന്ന ഡിഫറൻസ് നോക്കിയാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട ബാക്കി എല്ലാ പീരിയോഡിക് ട്രെൻഡ്സും പറയാൻ പറ്റും. ഇപ്പോൾ ഹൈഡ്രജൻ തൊട്ട് ഫ്രാൻസിയം വരെ ഗ്രൂപ്പിൽ മേളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് അയോണൈസേഷൻ എൻതാൽപ്പി കൂടുവോ കുറയുവോ? മേളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ സൈസ് കൂടി വരികയോ ചെയ്യുന്നത് അല്ലേ? സൈസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണിനെ ശ്രദ്ധിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നു അല്ലേ? അതിനനുസരിച്ച് ഇലക്ട്രോണിന് പുറത്ത് ചാടിക്കാനുള്ള എനർജി എന്തു മതി? കുറവ് മതി. ഓക്കെ, നമ്മളെപ്പോഴും ഒരു ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരാളെ പുറത്തി അടിക്കാൻ എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ എന്ന് ആലോചിച്ചാൽ മതി. ഫാമിലി ചെറുതാണെങ്കിൽ പുറത്തി അടിക്കാൻ ബുദ്ധിമുട്ടാണ്, ഫാമിലി വലുതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറത്തി അടിക്കാം. ഓക്കെ, ഇനി ഒരു പീരീഡിൽ എങ്ങനെയായിരിക്കും? ലെഫ്റ്റ് ടു റൈറ്റ് ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരികയാണ് അല്ലേ? കുറഞ്ഞു വരുന്നതനുസരിച്ച് ആറ്റത്തിന്റെ ശ്രദ്ധ കൂടി വരുന്നു. അപ്പോൾ ഇലക്ട്രോൺസിനെ പുറത്തി അടിക്കാൻ എളുപ്പമാണോ? അല്ല, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അയോണൈസേഷൻ എൻതാൽപ്പി ലെഫ്റ്റ് ടു റൈറ്റ് കൂടി വരുന്നു, മേളിൽ നിന്ന് താഴേക്ക് അയോണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇതാണ് ജനറൽ trend. Along a period, ionization enthalpy increases from left to right. This is because of decrease in atomic radius and increase in nuclear charge. Left to right വരുമ്പോൾ എങ്ങനെ? ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, പക്ഷെ ആറ്റത്തിന്റെ സൈസ് കുറയുക ചെയ്യുന്നത്. അതിനനുസരിച്ച് ഇലക്ട്രോൺസിനെ അവർ ന്യൂക്ലിയസ് കൂടുതൽ അട്രാക്ട് ചെയ്ത് പിടിക്കും, പുറത്ത് വിടില്ല. അതുകൊണ്ട് അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. ഡൗൺ എ ഗ്രൂപ്പ് അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. കാരണം എന്താണ്? ഡ്യൂ ടു ഇൻക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ് ആൻഡ് ഷീൽഡിംഗ് എഫക്ട്. Thus, among alkali metals, lithium has highest delta IH and francium has lowest. ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ ഏതിനാണ് അയോണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ? ലിഥിയത്തിനാണ്. ലിഥിയത്തിന് പിന്നെയും കുറച്ച് അട്രാക്ഷൻ ഉള്ളത്. അങ്ങ് താഴേക്ക് വരുന്തോറും വലിയ ആറ്റം ആവുന്നു, അയോണൈസേഷൻ എൻതാൽപ്പി കുറയുന്നു, ഇലക്ട്രോൺസിന് പുറത്തേക്ക് ചാടാൻ എളുപ്പമാകുന്നു. ഓക്കെ, then second period of modern periodic table, the first ionization enthalpy of boron is slightly less than that of beryllium. ബോറോണിന്റെ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ബെറിലിയത്തെക്കാളും കുറച്ചും കൂടി കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ശരിക്കും അയോണൈസേഷൻ എൻതാൽപ്പി റൈറ്റിലേക്ക് പോകുമ്പോൾ കൂടുക ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ബെറിലിയവും ബോറോണും നോക്കുമ്പോൾ ഏതിനാണ് അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ വരണ്ടേ? തീർച്ചയായിട്ടും റൈറ്റിലേക്ക് പോകുന്നതിനാണ്, ബോറോണിനാണ് വരേണ്ടത് അല്ലേ? പക്ഷെ ബോറോണിന് കുറവാണ്. കാരണം എന്തായിരിക്കും? രണ്ടിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ മതി.
ബെറിലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 1 2 3 4 ആണ്, ബോറോൺ 5 ആണ് അല്ലേ. അപ്പോൾ ബെറിലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? 1s2 2s2. ഇനി ബെറിലിയത്തിൻ്റെത് 1s2 2s2. ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5 ആണ്. അപ്പോൾ എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്? 1s2 2s2 2p1 അല്ലേ. അപ്പോൾ ഇവർ രണ്ടിൽ നിന്ന് എവിടെയാണ് ഇലക്ട്രോണിനെ പുറത്തി അടിക്കാൻ എളുപ്പം? 1s2 2s2 ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇലക്ട്രോണിനെ പുറത്തടിക്കിച്ചിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാൽ 2p1 ബോറോണിന് ഈ ഒരു ഇലക്ട്രോൺ കൊടുക്കുവാണെങ്കിൽ 1s2 2s2 ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കാം. അപ്പോൾ ബോറോണ് ഇലക്ട്രോണിനെ കൊടുക്കാൻ ടെൻഡൻസി കൂടുതൽ കാണിക്കും. അതായത് അവിടെ നിന്ന് ഇലക്ട്രോണിനെ പുറത്തി അടിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്, അയോണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്. ബെറിലിയം ബോറോൺ ഈ സെക്കൻഡ് പീരീഡിൽ അങ്ങനെ ഒരു എക്സെപ്ഷൻ ആണ്. ബെറിലിയത്തിനാണ് അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ. കാരണം എന്താണ്? ബോറോണിൻ്റെക്കാളും ബെറിലിയത്തിനാണ് കുറച്ചുകൂടി സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത്. ഓക്കെ, ഇനി ദിസ് ഇസ് ബിക്കോസ് റിമൂവൽ ഓഫ് 1 ഇലക്ട്രോൺ ഫ്രം ബോറോൺ ഇറ്റ് ഗെറ്റ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ. ഈ പറഞ്ഞ പോലെ തന്നെ 1s2 2s2 ആവും ബോറോണ്. അതുകൊണ്ട് ബോറോൺ ഒരു ഇലക്ട്രോണിനെ കൊടുക്കാൻ ഉത്സാഹം കൂടുതലാണ്. അതുപോലെ തന്നെയുള്ളതാണ് ഈ നൈട്രജനും ഓക്സിജനും. നൈട്രജന്റെ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഓക്സിജനേക്കാളും കൂടുതലാണ്. ശരിക്കും എങ്ങനെയാണ് ട്രെൻഡ് വരേണ്ടത്? ഫ്രണ്ടിലേക്കാണ് വരും. അപ്പോൾ എങ്ങനെ ഈ ഒരു ട്രെൻഡ് വരേണ്ടത്? നൈട്രജനും ഓക്സിജനും നോക്കുമ്പോൾ ഓക്സിജൻ ആണ് കൂടുതൽ വരേണ്ടത് അല്ലേ. പക്ഷേ നൈട്രജൻ ആണ് കൂടുതൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും കാരണം? നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ് അല്ലേ. 1s2 2s2 1s2 2s2 നിമിച്ച 3 ഇലക്ട്രോൺസ് 2p3. ഇതാണ് നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 7 ഇലക്ട്രോൺസ് ആണുള്ളത്. ഓക്സിജന്റെ കേസിൽ 8 ഇലക്ട്രോൺ ആണുള്ളത്. എന്താ വ്യത്യാസം? 1s2 2s2 2p4. എവിടെ നിന്ന് ഇലക്ട്രോണിനെ ചാടിക്കാനാണ് എളുപ്പം? 2p3 എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഹാഫ് ഫിൽഡ് കംപ്ലീറ്റ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസിന് എപ്പോഴും സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് 2p6 അല്ലെങ്കിൽ 2p3 സ്റ്റെബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് നൈട്രജൻ ഇനി ഇലക്ട്രോണിനെ കൊടുക്കാൻ വലിയ താല്പര്യം ഇല്ല. പക്ഷെ ഓക്സിജൻ എങ്ങനെയാണ്? 2p4 ആയിട്ടിരിക്കുക. ഒരു ഇലക്ട്രോണിനെ കൊടുത്താൽ ഹാഫ് ഫിൽഡ് ആയിട്ട് സ്റ്റേബിൾ ആവും. അതുകൊണ്ട് ഓക്സിജന് ഇലക്ട്രോണിനെ കൊടുക്കാൻ ടെൻഡൻസി കൂടുതലാണ്, അയണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. ശരിക്കും പീരീഡിൽ വരുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കേണ്ടിയിരുന്നത്? നൈട്രജനേക്കാളും ഓക്സിജനേക്കാളും ഫ്ലൂറിൻ അങ്ങനെ വരേണ്ടിയിരുന്നത്. പക്ഷേ ഈ നൈട്രജന്റെ ഓക്സിജന്റെ കേസിൽ അതുപോലെ ബെറിലിയം ബോറോണിന്റെ കേസിൽ എക്സെപ്ഷൻ ഉണ്ട്. കാരണം എന്താണ്? ഹാഫ് ഫിൽഡ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളതുകൊണ്ട് നൈട്രജൻ ഓൾറെഡി സ്റ്റേബിൾ ആണ്, ഇലക്ട്രോണിനെ കൊടുക്കാൻ വലിയ താല്പര്യം ഇല്ല. ഓക്സിജൻ എന്നാൽ കൊടുക്കാൻ താല്പര്യം ഉണ്ട്. അതുകൊണ്ട് ഓക്സിജന്റെ അയോണൈസേഷൻ താല്പര്യമായിരിക്കും കുറവ്. ഓക്കെ, സോ ദിസ് ഇസ് ദ കേസ് ഓഫ് അയോണൈസേഷൻ താല്പര്യം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് അയോണിക് റേഡിയസ് അറ്റോമിക് റേഡിയസ് പോലെ തന്നെയാണ് അതിൻ്റെ ഒരു ടെൻഡൻസി. പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു ആറ്റവും അതിൻ്റെ കാറ്റോണും ആനോണും നോക്കുമ്പോൾ എപ്പോഴും സൈസ് കുറവ് കാറ്റോണിനായിരിക്കും, ദെൻ ആറ്റം, അത് കഴിഞ്ഞായിരിക്കും ആനയോണിന് സൈസ്. കാരണം എന്താണ്? നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി. അത് ഒരു പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ട് വരുന്നതെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിൽ കുറച്ച് വ്യത്യാസമുള്ളത് ബെറിലിയം ബോറോണിന്റെ കേസ്, നൈട്രജൻ ഓക്സിജന്റെ കേസാണ്. അപ്പോൾ അത് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതൊന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലി അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു വ്യത്യാസം. ഓക്കെ.